ഹരിത കേരള മിഷൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മുളന്തുരുത്തിനുള്ള പുരസ്കാരം നേടിയ മുളന്തുരുത്താണിത് കേട്ടോ, വയനാട്ടിൽ. നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറേ കാർഷികാനുബന്ധ സംരംഭങ്ങളെയും കൃഷിയെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പച്ചത്തുരുത്താണ് പരിചയപ്പെടുത്തുന്നത്. അതൊരു സ്വകാര്യ സംരംഭമൊന്നുമല്ല. വയനാട് ജില്ലയിൽ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2019 ശേഷം ആരംഭിച്ച ഒരു ചെറിയ പദ്ധതി. അതിപ്പോൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഒരു പുഴയോരം സംരക്ഷിക്കാൻ വേണ്ടി ചെറിയ മുളത്തൈകളൊക്കെ വെച്ച് ആരംഭിച്ച ആ പദ്ധതി ഇന്നൊരു ജൈവ വൈവിധ്യ പാർക്കായി മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് വളർന്നത്, ഈ കഴിഞ്ഞ കാലങ്ങളിലെ വളർച്ച എങ്ങനെയാണെന്നൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ നാസർക്ക നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് നിങ്ങൾക്ക്. നമ്മൾ വന്ന് കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കൊരു പ്രൈവറ്റ് പാർക്കൊക്കെ സജ്ജമാക്കിയ പോലെ, ഒരു ടൂറിസം കേന്ദ്രം സജ്ജമാക്കിയ പോലെ ഉണ്ട്. സത്യത്തിൽ നിങ്ങളൊരു വിനോദസഞ്ചാരമൊന്നും അല്ലായിരുന്നു പ്രതീക്ഷിച്ചത്, അല്ലേ? ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണമായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാണ് ഇത് ആരംഭിച്ചതെന്നാണ്? 2019 നമ്മളിത് ആരംഭിച്ചത്. ഹരിത കേരള മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അത് പിന്നീട് നമ്മളതൊരു അത്ര സക്സസ് ആവുമെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുളയൊക്കെ നട്ടു വന്നപ്പോൾ പുഴയോരം സംരക്ഷിക്കാനും കഴിഞ്ഞു. അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന് വിശ്രമം നടത്താനും അല്ലെങ്കിൽ വിശ്രമ സങ്കേതമായിട്ട് മാറ്റാനും ഒക്കെ കഴിഞ്ഞു. ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ്. പക്ഷികൾ അതുപോലെ തന്നെ പൂമ്പാറ്റകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ആ പക്ഷികളും പൂമ്പാറ്റകളുടെ ഒരു പൂമ്പാറ്റകളുടെ തന്നെ ഒരു പ്രത്യേക പാർക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വെറ്ററിൻ പാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ആലോചിക്കുന്നു. കാരണം അവർക്ക് ഇരിക്കാനും അതേപോലെ സംസാരിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കൂട്ടുകാരുമൊത്ത് വന്ന് ഇരുന്ന് അവരുടെ പഴയകാല ഓർമ്മകളൊക്കെ അയവിറക്കാനൊക്കെ പറ്റുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ഒരു വയോജനങ്ങൾക്ക് സുഹൃത്തമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂമ്പാറ്റകളും പക്ഷികൾ ഇഷ്ടംപോലെ വെറൈറ്റി പക്ഷികൾ വരുന്നുണ്ട്. പലതിൻ്റെയും പേര് പോലും നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഈ കായ് ഫലങ്ങളുള്ള വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ കായ് വരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ഫലം വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് കുറേ കൂടി പക്ഷികൾ വരും. അത് തിന്നാനും അതേപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾക്കായി ബന്ധപ്പെട്ട് കുറേ കൂടി പക്ഷികൾ വരും. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഒരു വൈവിധ്യ പാർക്ക് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത് ആലോചിച്ച് വരുന്നത്. ഭാവിയിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2019 ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബാക്കി ഇതിൻ്റെ 2019 ഇത് നമ്മൾ ആരംഭിക്കുകയും ബാക്കി പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മളിതിൻ്റെ നല്ല പരിപാലനം നടത്തണം. കാരണം മുളയുടെ മുള്ളുകൾ ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാനും ആളുകൾക്ക് കാണാനും കാഴ്ചയ്ക്കൊക്കെ മനോഹരമാക്കി തീർക്കണമെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ ക്രോപ്പ് ചെയ്യണം. ആ ക്രോപ്പ് ചെയ്ത് പരിപാലിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അതോടൊപ്പം തന്നെ വൃക്ഷത്തൈകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാ വർഷവും വെള്ളമൊക്കെ നനച്ചുകൊണ്ട് പരിപാലിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ കൂടി സഹായമുണ്ട്. സ്വാമിനാഥൻ ഫൗണ്ടേഷനുണ്ട്. അതേപോലെ തന്നെ മറ്റ് ചില സന്നദ്ധ സംഘടനകളും സഹായിക്കുന്നുണ്ട്. മരത്തൈകളും തന്നിട്ടും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ നിർദ്ദേശം തന്നിട്ടും ഒക്കെ അവരും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വന്ന് ഇവിടെ വിശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു ജൈവ വൈവിധ്യ സംവിധാനമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്താൻ പോലും വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. അവർ ഈ സംവിധാന ഫൗണ്ടേഷനിലെ അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് ഇവിടെ ജൈവ വൈവിധ്യ പാർക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത്ര വൈവിധ്യങ്ങളുള്ള സസ്യസമ്പത്ത് ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയപ്പെടുന്നത്. എന്ന് പറയുന്നത് നമ്മളുടെ ഹരിത സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ലോകത്തും തന്നെ നമ്മുടെ മരങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന വലിയ കാലാവസ്ഥ വ്യതിയാനം വരുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നാച്ചുറലായിട്ട് ഈ സംവിധാനങ്ങൾ നശിച്ചു വരുമ്പോൾ നമ്മൾ സ്വമേധയാ ഒരു മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലെയുള്ള പച്ചത്തുരുത്തുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് മുളങ്കാടുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ നട്ടുപിടിച്ചുകൊണ്ട് ഒരു ഒരു പുതിയ നിർമ്മിതി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2019 ഹരിത കേരള മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും ആരംഭിച്ചു. നമുക്ക് പ്രത്യേക സ്ഥലമില്ലാത്തതുകൊണ്ട് പുഴയുടെ തീരത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം തുടർന്നത്. 2 പ്രളയം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭൂമിയിലെ മണ്ണൊലിപ്പ് തടയുന്നതിനും അതുപോലെ തന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ലാതെ സംരക്ഷിക്കാനും ഇത് കഴിയുമെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ കൂടി സഹായത്തോടു കൂടി മറ്റ് മരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇതൊരു വലിയ ജൈവ വൈവിധ്യ പാർക്കാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ വർഷവും നല്ല പരിപാലനവും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലും നടത്തിക്കൊണ്ട് ഈ സംവിധാനം ഇതേപോലെ തന്നെ തുടരാൻ ആവശ്യമായ സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്നത്. അപ്പോൾ ഹരിത ഭംഗി കൂട്ടുക, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക്
പിന്നെ നമ്മളുടെ വൃക്ഷങ്ങളും മരങ്ങളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ നിർമ്മിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്.